നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. അങ്ങനെ ഒരു ദിവസം ഗ്യാപ്പിന് ശേഷം മാർക്കറ്റ് വീണ്ടും ഇന്ന് ഓപ്പൺ ആകുന്നു. ഇന്ന് വ്യാഴാഴ്ച നിഫ്റ്റിയുടെയും മറ്റുള്ള എല്ലാ ഇൻഡെക്സിന്റെയും എക്സ്പയറി ആണ്. ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി, ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി, നിഫ്റ്റിയുടെ എക്സ്പയറി, ഫ്യൂച്ചർ കോൺട്രാക്റ്റുകളുടെ എക്സ്പയറി. സ്വാഭാവികമായിട്ടുള്ള വോളറ്റിലിറ്റി എന്നും ഉണ്ട്, ഇന്നും എക്സ്പെക്ട് ചെയ്യാം. നിഫ്റ്റി കഴിഞ്ഞ തുടർച്ചയായിട്ട് 6 ദിവസത്തെ ഒരു ഇടിവിലാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ദിവസവും അവസാനത്തെ ട്രേഡിംഗ് ഡേയും എഫ് ഐസിന്റെ ഭാഗത്തു നിന്ന് 3529 കോടി രൂപയുടെ സെല്ലിങ് നമ്മൾ കണ്ടു. എഫ് ഐസിന്റെ ഭാഗത്തു നിന്ന് കനത്ത ഒരു സെല്ലിംഗ് ആണ് ഉള്ളത്. അതാണ് ഇന്ത്യൻ മാർക്കറ്റ് താഴേക്ക് പോകാനുള്ള ഏറ്റവും വലിയ റീസൺ. മറ്റുള്ള റീസൺസ് എല്ലാം തന്നെ ഉണ്ടെങ്കിൽ കൂടിയും ഈ ഒരു റീസൺ തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. ട്രംപ് പുതിയ പുതിയ പദ്ധതികളെല്ലാം തന്നെ യു എസിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. അവിടെ ഗോൾഡ് കാർഡുകൾ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തു. വലിയ തോതിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന ആളുകൾക്ക് കൊടുക്കുന്ന വിസ ഇളവുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ്. അത് അമേരിക്കയിൽ പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാം തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാദം. കൂടാതെ തന്നെ താരിഫ് ഹൈക്കുകളിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻവിഡിയുടെ റിസൾട്ടുകളെല്ലാം തന്നെ ഇന്ന് വരും. അതാണ് യു എസ് മാർക്കറ്റ് വളരെ വലിയ തോതിൽ വാച്ച് ചെയ്യുന്ന ഒരു വലിയ ഈവന്റ്. കഴിഞ്ഞ ദിവസം ഡോ ഇടിഞ്ഞിരുന്നു, എന്നാൽ നാസ്ഡാക്ക് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചു. യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവിലായിട്ട് ക്ലോസ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ യൂറോപ്യൻ മാർക്കറ്റും യു എസ് മാർക്കറ്റും ഓൾ ടൈം ഹൈയിലാണ് ഉള്ളത്. ഇന്ത്യൻ മാർക്കറ്റ് ആവട്ടെ ഏകദേശം ഒരു 13% കറക്ഷൻ കിട്ടിയ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കും, ഏറ്റവും താഴെ കാണാം നാസ്ഡാക്ക് പോസിറ്റീവായിരുന്നു, ഡോ 200 പോയിന്റ് ഇടിവ്, ഡാക്സ് ജർമ്മൻ മാർക്കറ്റ് 400 പോയിന്റ് റാലി, ഫ്രാൻസും യു കെ മാർക്കറ്റും പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ബിറ്റ്കോയിൻ വീണ്ടും ഇടിഞ്ഞ് $3700 ഇടിഞ്ഞ് 84,000 ആണ് ബിറ്റ്കോയിന്റെ സ്പോട്ട് ഉള്ളത്. ഗോൾഡ് $2,918 ഏറ്റവും ടോപ്പിൽ നിന്ന് മൂന്നാമത് കാണാം. യു എസ് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിലെല്ലാം തന്നെ ഫ്ലാറ്റ് ആയിട്ട് തന്നെ വ്യാപാരം അവസാനിപ്പിച്ചു. എന്നാൽ അതായത് ഇൻഫോസിസ് ആവട്ടെ, വിപ്രോ ആവട്ടെ, HDFC ബാങ്ക് ആവട്ടെ, ഇൻഫോസിസും വിപ്രോയും ഇടിഞ്ഞിരുന്നു, എന്നാൽ എക്സ്റ്റൻഡ് മാർക്കറ്റ് അവേഴ്സിൽ തിരിച്ച് കയറി. ICICI ബാങ്ക് ഒരു 0.5% ഇടിഞ്ഞ ഒരവസ്ഥയിലാണ് ഉള്ളത്. വലിയ തോതിൽ ഇപ്പൊ ADRൽ വലിയ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇവിടെ റിഫ്ലക്ട് ആവുന്നത്. അതായത് ഒരു 5 പോയിന്റ് ഇടിയുക, മേ ബി ADRൽ ഇടിഞ്ഞത് കൊണ്ട് ഇവിടെ 5 പോയിന്റ് ഇടിയാൻ സാധ്യത ഉണ്ടാവാം, അല്ലെങ്കിൽ ADRൽ 5 പോയിന്റ് കയറുക. സമാനമായ രീതിയിൽ ഇവിടെയും കയറാനുള്ള സാധ്യതയുണ്ട്. അല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ ADR അത്ര വലിയ രീതിയിൽ ഫോക്കസ് ചെയ്യാറില്ല. വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അത് റിഫ്ലക്ട് ചെയ്തേക്കാം എന്നുള്ളതാണ് ADR എന്ന് വെച്ചാൽ യു എസ് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പെർഫോമൻസ്. അമേരിക്കൻ സ്റ്റോക്ക് ഡെപ്പോസിറ്ററിയാണ് ADR. ഇനി ഇന്നത്തെ കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് വരുമ്പോൾ, ഇത് വാർത്തകൾ മാത്രമാണ്, ഇത് ബൈസെൽ റെക്കമെൻഡേഷൻ അല്ല. ഈവൻ സ്റ്റോക്കിന്റെ നെയിം പോലും ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്യാനായിട്ടുള്ള ലിമിറ്റേഷൻ ഉണ്ട്. അൾട്രാടെക് സിമെന്റ് കമ്പനി 1800 കോടി രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രൊജക്റ്റ് എല്ലാം തന്നെ കമ്പനി ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ കമ്പനി എല്ലാം തന്നെ ഈ കേബിൾ വയർ ബിസിനസ്സിലേക്ക് എല്ലാം തന്നെ കമ്പനി വരികയാണ്. സിമെന്റ് നിർമ്മാതാക്കളാണ്, പക്ഷെ കേബിൾ വയർ നിർമ്മാണത്തിലേക്ക് കമ്പനി തുടക്കം കുറിക്കുകയാണ്. ഡോക്ടർ റെഡ്ഡി ഫാർമ സെക്ടറിലുള്ള കമ്പനിയാണ്. അപ്പോൾ അവരുടെ മാനുഫാക്ചറിങ് ഫെസിലിറ്റിയിൽ US ഡ്രഗ് കൺട്രോൾ അതോറിറ്റി ഇൻസ്പെക്ഷൻ നടത്തിയതിനു ശേഷം എസ്റ്റാബ്ലിഷ്മെന്റ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് കൊടുത്തു. പ്രത്യേക ഒബ്സർവേഷൻസ് ഒന്നും തന്നെ റൈസ് ആക്കാതെ തന്നെ. ഭാരത് എയർടെൽ കമ്പനി ഇവർ ടാറ്റ ഗ്രൂപ്പായിട്ട് കൊളാബ് ചെയ്യുന്നുണ്ട്. ടാറ്റ പ്ലേ, ഭാരത് എയർടെലും തമ്മിൽ മെർജ് ചെയ്യാനുള്ള സാധ്യതകൾ തേടി ഇരു കമ്പനികളും ചർച്ചയിൽ ഏർപ്പെട്ടു. വരുൺ ബിവറേജ് കമ്പനി ഇവരുടെ ഗാനയിൽ ഇവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് കമ്പനി തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള ന്യൂസാണ്. ഗാന ആഫ്രിക്കൻ രാജ്യമാണ്. വരുൺ ബിവറേജ് എന്ന് പറയുന്നത് പെപ്സിയുടെ എല്ലാം തന്നെ ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ ആ ഒരു ന്യൂസാണ് വരുൺ ബിവറേജിനെ സംബന്ധിച്ചുള്ളത്. ഭാരത് ഇലക്ട്രോണിക്സ് കമ്പനി ഇവർ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തുക എന്താണെന്ന് കൃത്യമായിട്ട് മാർച്ച് 5-ാം തീയതി ഇവർ അനൗൺസ് ചെയ്യും. കോഫോർജും അതുപോലെ തന്നെ മാർച്ച് 4-ാം തീയതി സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ന്യൂസാണുള്ളത്. വാരേസ് എനർജി കമ്പനി സപ്ലൈ സോളാർ മൊഡ്യൂൾസ് എല്ലാം തന്നെ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓർഡർ ആദിത്യ ബിർള റിന്യൂവബിളിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. ടാറ്റ പവർ കമ്പനി
ആസാം ഗവൺമെൻറ്റായിട്ട് 5000 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള റിന്യൂവബിൾ ക്ലീൻ എനർജി പ്രൊജക്റ്റുകളെല്ലാം തന്നെ കമ്പനി സൈൻ ചെയ്തിട്ടുണ്ടെന്നുള്ള ന്യൂസാണ്. 30,000 കോടി രൂപയാണ് അടുത്ത 5 വർഷം കൊണ്ട് കമ്പനി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ടാറ്റ പവർ, അദാനി ഗ്രീൻ എനർജി കമ്പനിയെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത് 1250 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള പ്രൊജക്റ്റ് ഹൈഡ്രോ സ്റ്റോറേജ് പ്രൊജക്റ്റ് എല്ലാം തന്നെ കമ്പനിക്ക് ലഭിച്ചു എന്നുള്ളതാണ് അദാനി ഗ്രീൻ എനർജി കമ്പനിയെ സംബന്ധിച്ചുള്ളത്. KP ഗ്രീൻ എനർജി കമ്പനി മധ്യപ്രദേശ് സ്റ്റേറ്റ് ഗവൺമെൻറ്റായിട്ട് അവർ സോളാർ പ്രൊജക്റ്റുകളെല്ലാം തന്നെ ചെയ്യാനായിട്ട് ധാരണയായിട്ടുണ്ട്. KP ഗ്രീൻ എനർജി എന്നുള്ള ന്യൂസാണുള്ളത്. മാസ്റ്റക് കമ്പനി ഇവർക്ക് ഏകദേശം ഒരു $85 മില്യൺ വരുന്ന മൾട്ടി ഇയർ ഓർഡർ ലഭിച്ചതായിട്ടുള്ള ന്യൂസുണ്ട് മാസ്റ്റക് കമ്പനിക്ക്. വെസ്ലെസ് ഇന്ത്യ കമ്പനി അവർ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള ന്യൂസാണ്. വക്രാംഗെ കമ്പനി ആദിത്യ ബിർള ഹെൽത്തായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. L&T ലാർസൻ ടാർബോ കമ്പനി ഇന്ത്യൻ ആർമിയുടെ ഭാഗത്തു നിന്ന് ഓർഡർ ലഭിച്ചതായിട്ടുള്ള ന്യൂസുണ്ട്. റെയിൽടെൽ കോർപ്പറേഷൻ കമ്പനി റെയിൽവേ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന കമ്പനിയാണ്, അവർക്ക് പുതിയൊരു ഓർഡർ ലഭിച്ചതായിട്ടുള്ള ന്യൂസുണ്ട്. റെയിൽടെൽ കമ്പനി. കുപ്പിഡ് ക്വാണ്ടം നിർമ്മാതാക്കളാണ്. ആഫ്രിക്കയിലെ ടാൻസാനിയയിൽ നിന്ന് ഇവർക്ക് ക്വാണ്ടം എക്സ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഓർഡർ ലഭിച്ചതായിട്ടുള്ള ന്യൂസുണ്ട് കുപ്പിഡിന്. ഇനി DCS സിസ്റ്റം കമ്പനിക്കും പുതിയൊരു ഓർഡർ ലഭിച്ചതായിട്ടുള്ള ന്യൂസാണ് ഇപ്പോൾ ഉള്ളത്. വൈകിട്ട് 7 മണിക്ക് പോസ്റ്റ് മാർക്കായിട്ട് ന്യൂസായിട്ട് എത്താം. താങ്ക് യു.